രക്ഷിതാവിനെ അറിയാതിരിക്കുമ്പോൾ അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ രക്ഷകാ. അലസമനസ്സുമായി ഞാനിരിക്കുവാൻ അനുവദിക്കല്ലേ എൻ രക്ഷകാ. ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ദൈവമേ നിന്റെ മുഖം കാണുവാൻ എൻ്റെ മനസ്സും വാഞ്ചിക്കുന്നു. നാഥാ നിന്റെ ശബ്ദം കേൾക്കുവാൻ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. മനുഷ്യർക്ക് അസാധ്യം, എന്നാൽ ദൈവത്തിന് സകലവും സാധ്യം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനേക പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, അത്യാവശ്യങ്ങളുണ്ട്. പക്ഷേ ചിലതെല്ലാം ലഭിക്കാത്തതുകൊണ്ട് നാം സങ്കടപ്പെട്ടും ഭാരപ്പെട്ടും തളർന്നും ഒരുപക്ഷെ നിരാശപ്പെട്ടും ഇരിക്കുകയായിരിക്കാം. എന്നാൽ എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധിപ്പിച്ചു തരാൻ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം ദിവസം കല്ലറകളെ തട്ടിത്തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. വ്യക്തിപരമായി പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ ആ പുത്രനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുന്നു. യേശുവിനെ നമുക്ക് തന്നെങ്കിൽ ആ കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവറിയിൽ തകർക്കാൻ, നമ്മുടെ പാപങ്ങൾ വഹിക്കാൻ, നമ്മുടെ ശാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ തിരുരക്തത്താൽ നമ്മെ വീണ്ടെടുക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവാം ദൈവം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നുവെങ്കിൽ യേശുവിനോട് കൂടെ നമുക്ക് സകലവും നൽകാതിരിക്കുമോ? ദൈവത്തിൻ്റെ വചനം നമ്മോട് ചോദിക്കുകയാണ്. യേശുവിനെ തന്നെങ്കിൽ അതിലും വലുത് എന്താണ് ഈ ഭൂമിയിലുള്ളത്? മകനെ, നിനക്ക് വേണ്ടി യേശുവിനെ പിതാവാം ദൈവം തന്നുവെങ്കിൽ നിൻ്റെ കടം മാറുവാൻ സാധിക്കുകയില്ലേ? മകളെ, നിൻ്റെ രോഗം മാറുകയില്ലേ? തീർച്ചയായും മാറും. സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിച്ചില്ല, നമ്മെ ആദരിച്ചു. ഓ, എന്തൊരു സ്നേഹം! കാൽവറിയൻ സ്നേഹം ഓർക്കുമ്പോൾ കൺകൾ നിറയുന്ന എൻ്റെ പ്രിയനെ, ഞാൻ ആ സ്നേഹം ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം എങ്ങനെ അങ്ങ് പൊട്ടിപ്പൊടിയും, ഈ കുപ്പിച്ചില്ല് പൊടിയുന്നതുപോലെ. ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കണ്ണുകൾ നിറയും. കാരണം ഞാൻ നന്നായി അറിഞ്ഞുകൊണ്ടാണ് ജീവിക്കുന്നത്. ഞാൻ ഇന്നായിരിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രം, മറ്റൊരു യോഗ്യത കൊണ്ടല്ല, ഒരർഹത കൊണ്ടല്ല, കുടുംബ പാരമ്പര്യമല്ല, നന്നായി ജീവിച്ചതുകൊണ്ടല്ല, പാരമ്പര്യമല്ല, ഒന്നുമല്ല പ്രിയരെ. കൃപ, കൃപ, കൃപ. എൻ്റെ കർത്താവ് കാൽവറിയിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യാഗമായതുകൊണ്ടാണ് ഞാൻ ഇത്രയേറെ ഹൃദയ സമാധാനം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഞാൻ വളരെ ഹൃദയത്തിൽ സമാധാനം അനുഭവിക്കുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, ദൈവവേലയോടുള്ള ബന്ധത്തിൽ എല്ലാം നിറഞ്ഞ സമാധാനം കൃപയാൽ ഞാൻ അനുഭവിക്കുന്നു. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല. പ്രശ്നമൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെയോ അതിൽ കൂടുതലോ കുറവൊക്കെ എൻ്റെ ജീവിതത്തിലുമുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നുമല്ല. ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് യേശു ഉണ്ടല്ലോ, യേശു എന്നെ സ്നേഹിക്കുന്നല്ലോ, യേശു എനിക്ക് വേണ്ടി മരിച്ചല്ലോ, യേശു ആ തങ്ക ചോര കൊണ്ട് എന്നെ വീണ്ടെടുത്തല്ലോ, ആ വിലയേറിയ രക്തം കൊണ്ട് വിലകെട്ടവനായി എന്നെ വിലയ്ക്ക് വാങ്ങി വിലയില്ലാത്ത എന്നെ വിലയുള്ളവനാക്കി തീർത്തല്ലോ, എനിക്ക് മാന്യത തന്നല്ലോ, എനിക്ക് അഡ്രസ്സ് തന്നല്ലോ. എല്ലാം ഞാൻ എപ്പോഴും ഓർക്കും. എൻ്റെ ജീവിതം മുഴുവൻ അതാണ്. മറ്റൊന്നും യോഗ്യതയൊന്നും പറയാൻ എനിക്കില്ല. പക്ഷേ എനിക്ക് കർത്താവിനോട് നന്ദിയുണ്ട്. സത്യമായി എൻ്റെ നാഥനോട് എനിക്ക് സ്നേഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട യേശുവിനോട് എനിക്ക് വളരെ സ്നേഹമാണ്. കാരണം എനിക്ക് അഡ്രസ്സ് തന്നത് യേശുവാണ്. എനിക്ക് തല മുമ്പിട്ട് നടന്ന എൻ്റെ തലയെ പിടിച്ചു വരുത്തിയ യേശുവാണ്. എനിക്ക് ആഹാരത്തിന് മാർഗം തന്നത് യേശുവാണ്. എനിക്ക് നല്ല കുടുംബജീവൻ തന്നത് യേശുവാണ്. കർത്താവിന് സ്തോത്രം. നല്ല ഔദ്യോഗിക പദവി തന്നത് യേശുവാണ്. നല്ല ഉന്നതമായ വരുമാനമാർഗം തന്നത് യേശുവാണ്. നല്ല മാതാപിതാക്കൾ, രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ തന്നു, നല്ല കുഞ്ഞുങ്ങളെ തന്നു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയല്ലാതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ഞാൻ പറയും. എൻ്റെ ജീവിതത്തിൽ കുറവുകളും പോരായ്മകളൊക്കെ കാണും. ഇനി ആവശ്യങ്ങൾ
ഉണ്ട്, പ്രാർത്ഥനാ വിഷയങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയും, എൻ്റെ യേശു ഒരു നന്മയും മുടക്കിയില്ല. കർത്താവിൻ്റെ സ്തോത്രം. ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖം ഇങ്ങനെ പറഞ്ഞു പോയാൽ മുന്നോട്ട് നമുക്ക് വചനം പറയാൻ സമയം കിട്ടുകയില്ല. തിരുവചനത്തിലേക്ക് നമുക്ക് വരാം. നിങ്ങളുടെ ഹൃദയ പലകമേൽ നിങ്ങൾ എഴുതിയിടണം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു യേശുവുണ്ട്. അതിന് ഉപോദ്ബലകമായി അനേകം തെളിവുകൾ, അനേകം സംഭവങ്ങൾ വേദപുസ്തകത്തിൽ നിന്നും, വേദപുസ്തകത്തിൻ്റെ താളുകൾ പരിശോധിച്ച് നാം അത് കണ്ടെത്തുകയും അത് ഗ്രഹിക്കുകയും അത് അയവിറക്കുകയും ചെയ്യുകയാണ്. നാളുകളായി തുടങ്ങിയിട്ട്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അനുകൂലമായി നിൽക്കുന്നൊരു യേശുവുണ്ട്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദര, മാന്യ സഹോദരി, നീ തളർന്നിരിക്കണ്ട, വാടിയിരിക്കണ്ട, നിരാശപ്പെട്ടിരിക്കണ്ട, ഭയപ്പെട്ടിരിക്കണ്ട, നടക്കുമോ എന്നുള്ള സംശയവിചാരത്തോടെ ഇരിക്കണ്ട. സ്വന്തം പുത്രനെ തന്നെങ്കിൽ മകനെ, മകളെ, നിൻ്റെ ഈ വിഷയവും തരാൻ കർത്താവ് ശക്തനാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. വിശ്വാസത്തിലൂടെയാണ് നാം ആത്മീയവും ഭൗതികവുമായ ചില അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത്. വിശ്വാസം വേണം. വിശ്വാസമില്ലെങ്കിൽ ഒന്നും നടക്കുകയില്ല. എൻ്റെ യേശു ശക്തനാണ്, എൻ്റെ യേശു എന്നെ സ്നേഹിക്കുന്നു, എൻ്റെ പ്രശ്നത്തേക്കാൾ വലിയവനാണ് എൻ്റെ യേശു. എൻ്റെ യേശുവിൻ്റെ മുമ്പിൽ എൻ്റെ പ്രശ്നമൊന്നും വലുതല്ല, എൻ്റെ കർത്താവാണ് വലിയവൻ, അവൻ അസാധ്യമായതൊന്നുമില്ല എന്ന് നാം ചിന്തിക്കണം. ഇങ്ങനെ ചിന്തിച്ച് നമ്മെ തന്നെ ഉറപ്പിക്കണം. സ്തോത്രം. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു, ബലപ്പെട്ടു എന്ന തിരുവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം ദൈവത്തിൽ ഉറയ്ക്കണം, ധൈര്യപ്പെടണം, ബലപ്പെടണം. ഇന്ന് നാം ചിന്തിക്കുന്നത് ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തെ ആസ്പദമാക്കി അസാധ്യമായ കാര്യം ദൈവം എങ്ങനെ സാധിപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ശമൂവേൽ പ്രവാചകന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ വിഷയം? എന്താണ്? ഒരു എഫ്രയീം മലനാട്. അവിടെ എൽക്കാന എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അന്ന് ബഹുഭാര്യാത്വമുള്ള കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് 2 ഭാര്യമാർ, ഒന്ന് ഹന്നായും 2 പെനിന്നയും. ഇങ്ങനെ 2-3 കഥാപാത്രങ്ങളെ നമുക്ക് ആ എഫ്രയീം മലനാട്ടിൽ ഒരു ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയും. കർത്താവിന് സ്തോത്രം. 2 ഭാര്യമാർ. 2-ാമത്തെ വാക്യം വായിക്കുന്നു, എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു. ഒരുത്തിക്ക് ഹന്ന എന്നും മറ്റവൾക്ക് പെനിന്ന എന്നും പേര്. പെനിന്നയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കളില്ലായിരുന്നു. നിത്യനായ ദൈവം തൻ്റെ വചനത്തിൽ എടുത്തു പറയുകയാണ്, പെനിന്നയ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നയ്ക്കോ മക്കൾ ഉണ്ടായിരുന്നില്ല, മക്കളില്ലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമൂഹം നോക്കുമ്പോൾ, അല്ല നാം തന്നെ നോക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് കുറ്റങ്ങൾ ഒരുപക്ഷെ കണ്ടേക്കാം, ഒരുപാട് പോരായ്മകൾ, അല്ല ഒരുപാട് ആവശ്യങ്ങൾ, അതെല്ലാം കണ്ടേക്കാം. അവളുടെ ജീവിതത്തിൽ നല്ലൊരു ഭർത്താവിനെ കിട്ടി, പക്ഷേ മക്കളില്ല. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ, നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഉണ്ട്. മനുഷ്യജീവിതം ആവശ്യങ്ങളുടെ ഒരു നിര തന്നെയുള്ള ജീവിതമാണ്. സ്തോത്രം. ആവശ്യങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാറില്ല. ആവശ്യങ്ങൾ ദൈവത്തോട് പറയും, പക്ഷേ സ്തോത്രത്തോട് പറയാനാണ് ദൈവം പറയുന്നത്. എന്താണ് സ്തോത്രത്തോട് പറയുക? അതുവരെ നമുക്ക് ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം പുതിയ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പറയാൻ. മോനെ, നിനക്ക് എത്രയോ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവം ചെയ്തു തന്നു. നിനക്ക് നന്ദിയോട് പറയാൻ ഒത്തിരി കാര്യങ്ങളില്ലേ? സ്തോത്രം പറയാനില്ലേ? ഉണ്ട്. പക്ഷേ സ്തോത്രം പറയുന്നില്ല, ആവശ്യങ്ങൾ മാത്രം പറയുന്നു. അങ്ങനെയല്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു വള്ളിക്കും പുള്ളിക്കും അതിന് മീനിങ് ഉണ്ട്, അത് മാറ്റിക്കളയാൻ പറ്റുകയില്ല, അർത്ഥമുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കണം എന്ന്. സ്തോത്രം. ഹല്ലേലൂയ. അതൊരു വലിയ ആത്മീയ മർമ്മമാണ്. തന്നതിന് നന്ദി വേണം പ്രിയരെ. ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. ദൈവത്തോടുള്ള നന്ദി. ഒരുപക്ഷെ മനുഷ്യരോടും നന്ദി വേണം. കർത്താവിന് സ്തോത്രം. അങ്ങനെ നാം ദൈവസന്നിധിയിൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ പുതിയ ആവശ്യങ്ങൾ കർത്താവ് പരിഗണിക്കുകയും നമ്മുടെ മേൽ അനുഗ്രഹത്തിൻ്റെ മാരി ചൊരിയുകയും ചെയ്യുന്നത്. ഈ ഒരു ആത്മീയ മർമ്മം അനേകർക്ക് മറഞ്ഞിരിക്കുന്നതാണ്. അവർ ലഭിച്ചതിനോർത്ത് ദൈവത്തെ സ്തുതിക്കുകയില്ല. കൊച്ചു കൊച്ചു നന്മകൾ പോലും ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് അതോർത്ത് കർത്താവിനെ സ്തുതിക്കണം. അതാണ് യഥാർത്ഥ ആരാധന തന്നെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കണം. പാട്ടുകാരൻ പാടി, നന്ദിയാൽ പാടുക നാം, സന്തോഷം കൊണ്ട് ആടുക നാം,
നിന്നയെ നീക്കി കണ്ണീരെ തുടച്ച നാഥനെ വാഴ്ത്തുക നാം. സ്തോത്രം. വീണ്ടും പാടുന്നു, രട്ടുവസ്ത്രം നീക്കി സന്തോഷമുടിപ്പിച്ചു, വിലാപത്തെ നൃത്തമാക്കി. മൗനമായിരിക്കാതെ സ്തുതി ചെയ്തിടുവാനായി കൃപ നമുക്കേകിയതാൽ നന്ദിയാൽ പാടിയിടാം. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുക. ഓർമ്മ വെച്ച കാലം മുതൽ ഇന്നു വരെയുള്ള ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഓരോ പടവുകൾ, ഓരോ ജംഗ്ഷനുകൾ, ഓരോ പ്രതിസന്ധികൾ, ഓരോ പ്രശ്നങ്ങൾ, രോഗങ്ങൾ എല്ലാത്തിലും വലഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ ഓടി വന്ന് കർത്താവ് താങ്ങിയത് എന്തിന്? അപകടങ്ങൾ വന്നപ്പോൾ. തീർന്നു എന്ന് വിചാരിച്ച ചില അപകടങ്ങളില്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാൻ കിടത്തിയപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പ്രയാസം വന്നു, ജീവിതം തീർന്നു പോകേണ്ടതായിരുന്നു. ഒരുപക്ഷെ അങ്ങനെ അബോധാവസ്ഥയിൽ കിടന്ന് നീ അറിഞ്ഞില്ല. പക്ഷേ ഡോക്ടർ പിന്നീട് പറഞ്ഞു, ഈ രോഗി മരിച്ചു പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഈ കുഞ്ഞു മരിച്ചു പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ യൗവനക്കാരൻ മരിച്ചു പോകേണ്ടതായിരുന്നു. പക്ഷേ എങ്ങനെയോ അത്ഭുതകരമായി രക്ഷപ്പെട്ടുവെന്ന്. ആരാണ് മകനെ അത്ഭുതകരമായി നിന്നെ രക്ഷിക്കാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ അദൃശ്യനായി വന്നത്? അത് നിന്നെ സ്നേഹിക്കുന്ന യേശുവാണ്. നിനക്ക് വലിയ ആപത്തുകളും അനർത്ഥങ്ങളും വന്നപ്പോഴും നീ അതിൽ പെട്ടുപോകാതെ തകർന്നു പോകാൻ നിന്റെ കരങ്ങൾ താങ്ങിയതാരാണ്? നീ അറിയാത്തപ്പോഴും യേശു നിന്നെ സ്നേഹിച്ചിരുന്നു. ഈ സ്നേഹത്തെ ഒന്ന് അറിഞ്ഞുകൊണ്ടൊന്ന് സ്നേഹിക്കാമോ? ഹല്ലേലൂയ. എൻ്റെ 19ാമത്തെ വയസ്സിലാണ് എനിക്ക് യേശുവിനെ കണ്ടെത്താനിടയായത്. അതുവരെ ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ആത്മീയ കാര്യങ്ങളിൽ ഒരുവിധ ശുഷ്കാന്തിയോടെയൊക്കെ നിന്നിരുന്നു. പക്ഷേ യേശു ആരാണെന്നറിയില്ല, യേശുവിനോട് പ്രാർത്ഥിക്കുന്നില്ല, യേശുവിൽ നിന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ നേടിയെടുക്കുന്നില്ല. ഇങ്ങനെ ഒരു ചടങ്ങ് പോലെ പതിവ് പോലെ ചെയ്യുന്നൊരു കാര്യം ചെയ്യുന്നു. അതിലുപരി വാസ്തവമായുള്ള സത്യാരാധനയെക്കുറിച്ച് എൻ്റെ കണ്ണ് മറഞ്ഞിരുന്നു. ജീവിതം കർത്താവിന് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ഈ വചനത്തിൻ്റെ മാധുര്യം ലഭിച്ചത്. വചനത്തിൻ്റെ ശക്തി, വചനം ചൈതന്യമുള്ളതാണ്, വചനം ജീവനുള്ളതാണ്, വചനം സൗഖ്യമാക്കുന്നതാണ്, വചനം ബലപ്പെടുത്തുന്നതാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. ഈ വചനം നമ്മെ ബലപ്പെടുത്തും, വചനം നമ്മെ ധൈര്യപ്പെടുത്തും. ഞാൻ ഇന്ന് ഈ വാക്കുകൾ നിർത്താൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ എന്തു പറയുന്നു പ്രിയരെ? നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അസാധ്യമായ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചുകൊള്ളൂ. അസാധ്യമായ കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കും. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ? നാം കർത്താവിൻ്റെ മക്കളായിത്തീരണം. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏത് ജാതിയിലോ മതത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ പെട്ടവർക്കും യേശുവിൻ്റെ മക്കളാകാം. മക്കളായാൽ അവകാശികളാകും. ഹല്ലേലൂയ. അത് ഈ ഭൂമിയിലെ ചില അവകാശങ്ങൾ മാത്രമല്ല പ്രിയരെ, നിത്യതയുടെ അവകാശവും യേശുവിൻ്റെ മക്കളായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതൊരു പാക്കേജാണെന്ന് പറയും അല്ലേ? ഒരു പാക്കേജാണ്. രക്ഷയിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഒരു പാക്കേജാണ്. രക്ഷയിലേക്ക് ഒരു മനുഷ്യൻ വന്നു കഴിയുമ്പോൾ അവൻ്റെ കാര്യം സ്വർഗം ഏറ്റെടുക്കുകയാണ്. അവൻ്റെ നടപ്പുകൾ, അവൻ്റെ യാത്രകൾ, അവൻ്റെ പ്രവർത്തനങ്ങൾ, അവൻ്റെ കുടുംബം, അവൻ്റെ മക്കൾ, ഭാര്യ, അവൻ്റെ സാമ്പത്തിക മേഖലകൾ എല്ലാം പിന്നെ കൺട്രോൾ ചെയ്യുന്ന സ്വർഗത്തിൽ നിന്നാണ്. ആ കൺട്രോളിൽ നാം വിട്ടുകൊടുക്കണം. അങ്ങനെയായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. അത്ഭുതങ്ങളുടെ കാലം തീർന്നിട്ടില്ല. കാരണം അത്ഭുതം പ്രവർത്തിക്കുന്ന യേശു ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഇത് യേശുവിൻ്റെ 2ാമത്തെ വരവ് വരെ അത് തുടരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്തു പറയുന്നു? യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കരുതോ? നാഥ, അങ്ങ് ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചതിനാൽ ഞാൻ യേശുവിനായി ജീവിക്കും. യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുന്നു. യേശുവിനോട് ഉടമ്പടി ചെയ്യൂ, യേശുവിനോട് വാക്ക് പറയൂ. അങ്ങനെ നിങ്ങൾ വാക്ക് പറഞ്ഞാൽ യേശു നിങ്ങളെ അനുഗ്രഹിക്കും. യേശുവിന് വേണ്ടി ജീവിതം വേർതിരിക്കാൻ തീരുമാനമെടുത്ത മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഇന്ന് അവിടത്തേക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച അവിടുത്തെ പ്രിയ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആടിപ്പഴുതുള്ളവരുടെ ശിരസിൽ വെക്കണം. അവിടുത്തെ കൃപ കൊണ്ട് നിറയ്ക്കണം, നന്മകളാൽ നിറയ്ക്കണം കർത്താവേ. അനുഗ്രഹകരമായി അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകട്ടെ. സ്വർഗീയ നന്മകൾ അവരുടെ മേൽ പകരുമാറാകണമെന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വം ഓർക്കപ്പെട്ട കുഞ്ഞാടിന് യേശുക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. സ്തോത്രം. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങളുടെ പ്രയർ വാരിയേഴ്സ് ടീം നിങ്ങൾക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ.